ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് വിരിഞ്ഞിട്ടുള്ള വാട്ടർ ലില്ലിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. ഇതിപ്പോഴേ യെല്ലോ വാട്ടർ ലില്ലിയുടെ ഫ്ലവർ ഇന്നുണ്ടായതാണ്. നല്ല ഭംഗിയാണ് യെല്ലോ വാട്ടർ ലില്ലി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതിനകത്തൊക്കെ ഫ്ലവർ ആകുന്നത്. എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വാട്ടർ ലില്ലിയാണ്. അത് പോയതിന് ശേഷം ഇപ്പോൾ നമുക്ക് ട്യൂബറിൽ നിന്നും പ്ലാന്റ് ആയിട്ട് പിടിച്ച് കിട്ടിയതാണ്. ഇത് മജന്ത വാട്ടർ ലില്ലിയാണ്. ഇത് നല്ല ഭംഗിയാണ് നമുക്ക് നേരിട്ട് കാണാൻ. 2-3 ബഡ് ഉണ്ടായിരുന്നു. അതിൽ ഓരോന്ന് രണ്ടെണ്ണമൊക്കെ ഏതോ പക്ഷികൾ കൊക്കാണെന്ന് തോന്നുന്നു എല്ലാം കൊത്തിക്കളയുകയാണ്. ഇന്ന് വിരിയാനുള്ള ഒരു ബഡായിരുന്നു അത്. വലിയൊരു ഫ്ലവർ ആകേണ്ടുന്നതായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളുണ്ട്. നമുക്ക് കാക്ക അതുപോലെയൊക്കെയുള്ള പക്ഷികളെല്ലാം ഇങ്ങനെയുള്ള ബഡൊക്കെ കൊത്തിക്കളയുകയാണ്. ഇത് കൊക്കാണ് ഇതെല്ലാം കൊത്തിക്കളയുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഈ വാട്ടർ ലില്ലിയുടേത്. ഇത് രണ്ടും നമുക്ക് സെയിലിനായിട്ടുള്ളതല്ല. പിന്നീട് കാണിക്കുന്നത് മിക്കവാറും എല്ലാം നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. ഈ കാണുന്ന പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളതാണ്. ബ്ലൂ വിസിലും സെയിലിനുള്ളതാണ്. ബ്ലൂ വിസിലും മിക്രാന്ത അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട്. തുടക്കക്കാർക്ക് പറ്റിയ വാട്ടർ ലില്ലികളാണ് മിക്രാന്ത, ബ്ലൂ വിസിൽ, ഇസ്ലാമൊറാഡ ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ. പിന്നെ വെള്ള വാട്ടർ ലില്ലി ഡൗബൻ്റെ 1-2 പ്ലാന്റുകളും ഉണ്ട് കൊടുക്കാനായിട്ട്. തുടക്കക്കാർക്ക് പറ്റിയ വാട്ടർ ലില്ലികളൊക്കെ വേണമെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ് കോംബോയും ഉണ്ട്. കൊളോക്കേഷ്യ പ്ലാന്റ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഈ കാണുന്നത് ഇസ്ലാമൊറാഡയാണ്. ഇതിൻ്റെ സെയിം പ്ലാന്റ് തന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. പിന്നെ ട്രോപ്പിക്കൽ സൺസെറ്റ് ഉണ്ട്. ഇതും ഈ പ്ലാന്റ് തന്നെയാണ് കൊടുക്കാനുള്ളത്. ഇതിനൊക്കെ ഈ ഫ്ലവറിങ് പ്ലാന്റിന് 200 രൂപയാണ് റേറ്റ്. ഇതൊക്കെ നല്ല വെറൈറ്റിയാണ്. അതുപോലെ തന്നെ വെള്ള വാട്ടർ ലില്ലിയാണത് ഡൗബൻ. ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെങ്കിൽ ചോദിക്കുക. യെല്ലോയും മജന്തയും ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളാണ്. ഇത് നമുക്ക് നാക്വാങ് ഇനത്തിൽപ്പെട്ട വാട്ടർ ലില്ലിയാണ്. ഇത് സെയിലിനായിട്ടുള്ളതാണ്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള വാട്ടർ ലില്ലികളാണ്. വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്ത് ട്യൂബറിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്ന പ്ലാന്റുകളാണ്. ഈ വാട്ടർ ലില്ലി ട്യൂബറിൽ നിന്നുമാണ് നമുക്ക് തൈകൾ കിട്ടുന്നത്. മിക്രാന്തയും ബ്ലൂ വിസിലും ഒക്കെ ലീഫിൽ നിന്നും തൈകൾ കിട്ടുന്ന പ്ലാന്റുകളാണ്. ഈ കാണുന്നത് മിക്രാന്ത ബ്ലൂ ആണ്. ഒരു പോട്ടിൽ തന്നെ ഇത്രയും ഫ്ലവറുകൾ ഉണ്ടായിട്ടുള്ളതാണ്. നമുക്ക് മിക്രാന്തയിൽ എന്നും ഫ്ലവറുകളായിരിക്കും. അതുപോലെ തന്നെ ലീഫിൽ നിന്നും ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന തുടക്കക്കാർക്ക് പറ്റിയ വെറൈറ്റിയാണ് മിക്രാന്ത ബ്ലൂ. അപ്പം മിക്രാന്ത ബ്ലൂ ഉൾപ്പെട്ട വാട്ടർ ലില്ലിയുടെ കോംബോ ഞാൻ നേരത്തെയൊക്കെ ഇട്ടിരുന്നു. അങ്ങനെയൊക്കെയുള്ള കോംബോ വേണമെങ്കിൽ ചോദിക്കുക. തുടക്കക്കാർക്ക് വേണ്ടി അങ്ങനെയുള്ള കോംബോയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പ്രത്യേകിച്ച് നമ്മൾ യാതൊരു വളവും കൊടുക്കണ്ട. ചാണകപ്പൊടിയും മണ്ണും മാത്രം മതി. വേഗം പിടിച്ച് കിട്ടിക്കോളും. ഇത് ഈ പിങ്ക് വാട്ടർ ലില്ലി നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. ഇതിൻ്റെ ലീഫ് ഇറിഗേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന പ്ലാന്റാണ്. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക.